അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ചെസ്ലയിലാണ്. ഞങ്ങളിപ്പോൾ ടോബർമോറിയിലോട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 1.5 hours ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി ഇതാണ്ട് പോവാനായിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇല്ലോരെയും പിള്ളേരും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ടോബർമോറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 1.5 hours ഉണ്ട്. നമ്മുടെ കൂടെ ബിബി, ആൽബി, ജെറി, ഇലോറ, നമ്മളെല്ലാവരും ഒരു കാറിലാണ് പോകുന്നത്. ഞാനപ്പോൾ ബോറടിപ്പിക്കുന്നില്ല, എൻ്റെ ബാക്കി സംസാരം കേൾപ്പിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ജേർണി, ഇന്നലത്തെ രാത്രിയിലത്തെ ഇവിടുത്തെ വിശേഷമൊക്കെ കാണാം. ബാക്കി വീഡിയോസിനെ അവിടെ ചെന്ന് കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾക്ക് ഈ വീക്ക് ലോങ് വീക്കെൻഡാണ്. ഇവിടെ കാനഡ ഡേ ആണ് ജൂലൈ 1. അതൊരു ട്യൂസ്ഡേ ആണ്. പക്ഷെ ഞങ്ങളൊരു 4 ദിവസത്തെ ഒരു ട്രിപ്പാണ്. 4 days 3 nights. ഞാൻ ജെറി, നമ്മുടെ ഇലോറ അതാ ഇവിടെ ഒരു ടോയിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സും എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഇപ്പം ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമുക്ക് അറിയാമല്ലോ, വിൻസറിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും ഒരു 4 മണിക്കൂർ എടുക്കുമല്ലോ. എന്തോ അപ്പം ഞങ്ങൾ 4 hours ആണ് ഇതും. എല്ലാവരും ഒരാളുടെ കാറിലാണ്. പറഞ്ഞോ, സോറി. മോട്ടോർ ഹോമാണ്. അതിന്റെ പുറകിൽ അവരും മറ്റേ ഹാർലി ഡേവിഡ്സൺ ബൈക്കുമായിട്ട് അവരും ട്രിപ്പ് പോവായിരിക്കും അല്ലേ. ഞങ്ങളും ഇതാ പൊയ്ക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ പകുതി പേര് ഇറങ്ങി, പകുതി പേര് ഇറങ്ങിയില്ല. പിന്നെ ഇടയ്ക്ക് സ്നാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരാൾ എന്നെ പുറകിൽ നിന്ന് നോക്കുന്നത് കണ്ടില്ലേ, ഞാൻ എന്താ സ്പെഷ്യലായി കഴിക്കുന്നത്. ഞങ്ങളിവിടെ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇലോറയ്ക്ക് ഇറങ്ങണം. വെളിയിലിറങ്ങി ഇറങ്ങാൻ പറ്റില്ല, നമ്മളിപ്പോൾ പോവാ, തട്ട് പോവാ. ഇനിയുമുണ്ട് നമുക്കൊരു 2 hours ട്രാവൽ അങ്ങോട്ട്. ഞങ്ങൾ അങ്ങനെ ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചപ്പം പകുതി പേര് പകുതി സ്ഥലത്തേക്ക് ആയിട്ടതേ ഉള്ളൂ. ഞങ്ങളെല്ലാരും കൂടെ ഒരു എവിടെയാന്ന് നോക്കി ഞങ്ങളെല്ലാരും കൂടെ ഒരു വണ്ടിക്ക് പോവാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പം അതൊട്ടും കൺവീനിയന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ റേറ്റ് ഒക്കെ കൂടുതലാണ്, അതൊന്നല്ല പോലത്തെ എടുക്കണം. പക്ഷെ എനിക്ക് അതായിരുന്നു ഇഷ്ടം. നമ്മുടെ നാട്ടിലൊക്കെ ട്രാവലറിൽ ബഹളം വെച്ച് അതൊക്കെ ഒരു വൈബ് തന്നെയാണ്, അടിപൊളിയാണ്. കുഴപ്പമില്ല. ഞങ്ങൾ 3 പേരും അങ്ങോട്ട് വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ അവിടെ ഒരു 9:30 വഴക്കുണ്ടാക്കുന്നു, ഞങ്ങൾ അതെ, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എത്തുമെന്നാണ്, അല്ല 9:30 ആകുമ്പോൾ എത്തുമെന്നാണ് മാപ്പ് പറയുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയില്ല. ഈ വീടും കാര്യങ്ങളും ഒക്കെ ഒരു സത്യം പറഞ്ഞാൽ 23 ഏക്കറിന് ഇടയ്ക്കാണ് ഈ വീട്. നമ്മൾ തന്നെ മറ്റേ Airbnb ബുക്ക് ചെയ്തതാണ് കണ്ടിട്ട്. ഇപ്പം എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് പോകാറുണ്ട്. ഇല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടും.
കുറച്ചെങ്ങ് ആയപ്പോഴത്തേക്കിന് ക്ലൈമറ്റൊക്കെ പതുക്കെ മാറാൻ തുടങ്ങി. വെയിലിൽ നിന്ന് ഇതേ മഴയിലൊക്കെ ഉള്ള പരിപാടി. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ കണ്ടായിരുന്നു. 2 ദിവസം മഴയാണെന്ന് കാണുന്നുണ്ടായിരുന്നു നമ്മുടെ വെതർ ചെക്ക് ചെയ്തപ്പോൾ. പിന്നെ എന്തായാലും ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ 1 month ബിഫോർ ഇത് ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അടിപൊളി മഴയാണ് പോകുന്ന വഴിക്ക് കിട്ടിയത്. ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ മാറി മാറി വിളിക്കുകയായിരുന്നു എന്താണ് അവസ്ഥ, എല്ലാവരും ഓക്കെ ആണോ എന്ന്. നമ്മൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പം പലരും പല വണ്ടിയിലായതുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിളിച്ച് ചോദിക്കുമായിരുന്നു ഓക്കെ ആണോ എന്ന്. പിന്നെ പകുതി ചെന്നപ്പോഴത്തേക്കിന് മഴയൊക്കെ മാറി കറക്റ്റ് നല്ല സൺസെറ്റ് വ്യൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും തുള്ളി മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഈ കൗണ്ടി റോഡ് പോകുമ്പം നല്ല ഭംഗിയാണ് 2 സൈഡും കാണാനായിട്ട്. ഒന്നാമത്തെ ആ സൺസെറ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇത് ഞങ്ങളവിടെ എത്താറായി. ഏകദേശം ഒരു 9:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. ബാക്കി ആൾക്കാർ ഓൾറെഡി അവിടെ കുറച്ച് പേര് എത്തി. പിന്നെ ബാക്കി ഫാമിലീസും കൂടെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ആരുമില്ല. ആകെ 1-2 വീടുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പോകുന്ന വഴിക്കൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രോപ്പർട്ടി 23 ഏക്കേഴ്സിനുള്ളിലൊരു പ്രോപ്പർട്ടിയാണ്. ഫുൾ മരവും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് ആദ്യമേ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ദൈവമേ എങ്ങനെയായിരിക്കും നല്ലതാണോ എന്ന്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഇതുപോലെ ബുക്ക് ചെയ്ത സ്ഥലം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെയായിരിക്കും ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ. പക്ഷെ വെളിയിൽ നിന്ന് കണ്ടപ്പോഴേ എനിക്ക് ഇച്ചിരി ആശ്വാസമായി, അത്ര സ്കെയറിയും കാര്യങ്ങളും ഒന്നും അല്ലാതെ. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്ന് അവർ ബാഗും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ എത്തി കാര്യങ്ങളെല്ലാം. ഇനി ഒരു 4 ദിവസം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇരുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത്. ഞാൻ അകത്തേക്കൊന്നും പോയില്ല. ഈ 23 ഏക്കറിൻ്റെ നടുക്കാണ് ഈ ഒരു വീട്. ഇനി നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഒരു ബേസ്മെൻറ്റ്, ഫസ്റ്റ് ഫ്ലോറ്, പിന്നെ ഒരു സെക്കൻഡ് ഫ്ലോറ് പോലെയാണ്. ഇവരുടെ ഈ വർക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ലോണം അവർ മെയിൻറ്റെയിനും ചെയ്തിട്ടുണ്ട് റൂംസും കാര്യങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുന്നത് മുകളിലാണ്. ഞങ്ങളുടെ കൂടെ തന്നെ വേറെ ഒരു കപ്പിളും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ റൂമാണ് ഇനി ഈ ഒരു 4 ദിവസത്തേക്കിന്. ഇതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട്. എല്ലാവരും വന്നതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ കിച്ചണും ഉണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവരിവിടെ എല്ലാം ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു മെയിൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് 2 ബെഡ്റൂം താഴെയാണ്. ഇവിടെ ചെറിയൊരു ബാൽക്കണിയുണ്ട്. നമ്മുടെ അഷ്കറാണ് ഈ നിൽക്കുന്ന ടാറ്റ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ബാർബിക്യൂവും ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും എല്ലാം അവർ ഇവിടെ നമുക്ക് ബേസ്മെൻറ്റിലുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ 2 റൂമാണ്. ഒരു റൂമിൽ മറ്റേ ബങ്ക് ബെഡ് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പ്ലസ് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് നമുക്കൊന്ന് ഗെയിം കളിക്കാനുള്ള പിങ് പോങ്ങും കാര്യങ്ങളും എല്ലാം അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇവരുടെ റൂമും ഇവരുടെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കൊരു 4 ദിവസം ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ ഇത്രയൊക്കെ ഒരു വീട് കിട്ടുന്നതിന് അടിപൊളിയല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ചില്ല് ചെയ്യാൻ തുടങ്ങിയാലോ. നമ്മുടെ ലോങ് വീക്കിൻ്റെ ആദ്യത്തെ ചിയേഴ്സാണിപ്പോൾ. അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് നമ്മുടെ പോട്ട്ലക്ക് പോലെ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ടൊക്കെ. അല്ലാതെ നമ്മൾ 2-3 ദിവസം നിൽക്കുന്നതിനും വേറെ ഫുഡും എല്ലാം നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ ഈ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പല നാട്ടിലുള്ള ആൾക്കാരാണ്. കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം. അപ്പം എല്ലായിടത്തും ഓരോ സ്ഥലത്തും നമ്മൾ പറയുന്ന വാക്കുകൾ ഡിഫറൻസ് ഉണ്ടല്ലോ. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് പിള്ളേരുമായിട്ടുള്ള ഡാൻസും ബഹളമൊക്കെയാണ് ഇവിടെ. ഇസിൻകുട്ടിനെ 9 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അവൻ കുറച്ച് സൈലൻ്റ് ആണ്. അതിനും കൂടെ എന്താ ഇലോറ നല്ലോണം അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ പതുക്കെ ഇന്ന് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. ബൈ ബൈ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ഞങ്ങളൊരു 5:30-6 മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ എല്ലാവരും അടുത്തരായിട്ട് എഴുന്നേറ്റു. ഫുഡൊന്നും കഴിച്ചില്ല. ബ്രെഡും ജാമുമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. അതൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിള്ളേരൊക്കെ എഴുന്നേറ്റു. ചെറിയ ബഹളം എല്ലാത്തും കേൾക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇതാണ് ഞാൻ പറഞ്ഞ 23 ഏക്കേഴ്സിലുള്ള വീട് കേട്ടോ. ചുറ്റിനും മരങ്ങളൊക്കെയാണ്. ഞങ്ങളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അധികമില്ല. പക്ഷേ ബോയ്സൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി നോക്കിയായിരുന്നു എങ്ങനെ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തി. ഫ്ലവർ പോട്ട് ഐലൻഡ് കാണാനായിട്ടാണ്. ഞങ്ങൾ വലിയ ഇവർ നമുക്കെല്ലാം പറഞ്ഞു തരികയാണ് എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ പോകേണ്ടത്, ഏത് ബസ്സിലാണ് കയറേണ്ടത്, ക്രൂസിൽ പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കേട്ട് തലകുലുക്കി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പോകുന്നത് ഈ ക്രൂയിസിലല്ല എന്ന്. നമ്മുടെ ക്രൂയിസ് വേറെ സ്ഥലത്താണ്. അപ്പോൾ പിന്നെ ഞങ്ങളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്. വെതർ ചെറിയൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമുക്ക് ഓക്കെ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഇനി ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇങ്ങനെ ഒരു നമ്മൾ അവിടെ പോണെങ്കിൽ ഞങ്ങളെല്ലാവരും മറ്റേ സമ്മർ വെയർ ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ്. ഞങ്ങളപ്പം ആദ്യമേ ബസ്സിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ബാക്കിയുള്ളവർ മറ്റേ ബസ്സിൽ. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ടോ? പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പേടിക്കണ്ട. എന്തിനും ഭയങ്കര ഒരു നാണം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയാനായിട്ട് പറഞ്ഞു. ഇവിടെ നമുക്കിങ്ങനെ സൈനിങ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്ന ഇത് 10-15 ക്രൂയിസാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഇവിടെ വന്ന സമയം തൊട്ട് ടോബർമോറിൽ പോകണം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പ്രാവശ്യത്തെ ലോങ് വീക്കെൻഡ് എന്തായാലും നമുക്ക് ടോബർമോറിൽ പോകാം എന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ക്രൂയിസിലേക്ക് കയറുകയാണ്.
ഈ ക്രൂയിസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിരിക്കുന്നത്. ആ കാണുന്നതാണ് ഫ്ലവർ പോട്ട് ഐലൻഡ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാം ഒന്ന് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ. എനിക്കങ്ങനെ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരിത് ഇതിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തരുവാണ് കാര്യങ്ങളൊക്കെ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ക്രൂസിൽ. If you need to put on a life jacket in an emergency, it's pretty straightforward. Undo the clips, pull the Velcro apart, pop it over your head, Velcro back together, strap around the waist, pop in the clip. In an emergency, you want to make sure it's nice and tight, and you do the top clips. As long as it doesn't pop over your head, you are good to go. Hopefully we don't use them today, but now everyone knows how just in case. I will also be providing commentary throughout the harbor and the shipwrecks, and then it will be automated on the way to Flower Pot Island. If anyone has any questions throughout the trip, I'd be more than happy to answer them. Thanks guys, and enjoy the ride. ഇപ്പോൾ ക്രൂയിസ് ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും ഒക്കെ. കാറ്റും ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയതാ ഇലോറനെ എടുത്ത് ഞങ്ങൾക്ക് ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു ഇലോറ എങ്ങനെയാണ്. പക്ഷേ നമ്മുടെ കൂടെ തന്നെ ഇലോറ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ വെള്ളം ഭയങ്കര ക്ലിയർ ആൻഡ് ക്രിസ്റ്റലായിട്ട് കേട്ടോ, ഭയങ്കര ഒരു ബ്ലൂയിഷ് കളറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വെള്ളം തന്നെ കാണാൻ. പിന്നെ ഈ ഒരു ഇവിടെ ചെറിയ സ്റ്റോറീസും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഷിപ്പിൻ്റെ പുറകിൽ. ഏകദേശം ഒരു 100 വർഷം മുന്നേ ഉള്ള ഒരു കഥയാണ്. ഈ ഷിപ്പ് ടോബർമോറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഷിപ്പിൽ വെള്ളം കയറുമോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ട് ഇത് സിങ്കായിപ്പോയി. പിന്നെ ഇത് പണിയാം, ഇത് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ അന്ന് നടന്നില്ല. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് ഈ ഒരു ഷിപ്പ് പിന്നെ ഇങ്ങനെ സിങ്കായി ഇവിടെ ഈ നമുക്ക് വരുന്ന ടൂറിസ്റ്റിനൊക്കെ കാണുന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷേ അതാണെന്ന് തോന്നി ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി മാത്രം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇപ്പം നല്ല പതുക്കെയാണ് ഈ ക്രൂയിസ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ഇസിൻകുട്ടിനെ കണ്ടില്ലേ, അവനും ചെറിയ തണുപ്പൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കൂടെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്, ഇവർ നമ്മുടെ ക്ലൈമറ്റൊക്കെ ആയിട്ടും നമ്മളുമായിട്ടൊക്കെ അഡ്ജസ്റ്റഡ് ആണോ എന്ന്. പക്ഷേ 2 പിള്ളേരും ഒരു കുഴപ്പമില്ല, എല്ലാവരും കൂടെ ആയിട്ട് എൻജോയ് ചെയ്താണ് അവരും പോകുന്നത്. അടിപൊളിയാട്ടോ, രക്ഷയില്ല. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. തണുത്ത കാറ്റുണ്ട്. ബിക്കോസ് ഞങ്ങൾ സമ്മർ വെയറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ രസമുണ്ട്. 1 ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട്. ഞാനപ്പോൾ ഇതിൻ്റെ മകളെ റിഫ്ലക്ഷനൊക്കെ കുറവാണ്. ജെറി വീഡിയോടാ. കുറച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങളിനി അകത്ത് കയറി ഇരിക്കണം, കുറച്ച് സ്പീഡ് കൂട്ടാൻ പോവാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഭയങ്കര സ്പീഡായിരുന്നു. നമ്മൾ വെളിയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നല്ലോണം വെള്ളം എരിച്ചിലൊക്കെ നമുക്കിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ, നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തെല്ലാവരും.
ഇതിൻ്റെ അകത്തേക്ക് ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു. ഇത് കണ്ടില്ലേ, ഗ്ലാസ് ഇട്ടേക്കുന്നത്, നമ്മൾ നടക്കുന്ന ഇതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ മുകളിൽ ഒന്ന് പോയി നോക്കി. നമ്മൾ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഇവിടെ കയറുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഈ ക്രൂയിസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലവർ പോട്ട് ഐലൻഡിലേക്ക് ചെന്നു. നിങ്ങൾക്ക് അവിടെ ആൾക്കാരെ കാണാമല്ലോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു 2 മണിക്കൂർ ഈ ഒരു ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ട്രെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ടൈമൊക്കെ നമുക്ക് അവർ തരും. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ഒരു ഇമാജിനേഷൻ കുറേ പൂക്കളുള്ള സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഫ്ലവർ പോട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ. പക്ഷേ അതല്ല ഗൈസ്, ഇത് നമ്മൾ വേറെ സ്ഥലത്താണ് വന്നത്. പിന്നെ ഇവിടെ ഇറങ്ങിയ ഡിസ്കഷനാണ് എവിടെ വരെ പോകണം, എത്ര വരെ നടക്കണം എന്നുള്ളതൊക്കെ. പിള്ളേരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് ഫ്ലവർ പോട്ട് കാണാതിരിക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ നമുക്ക് അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഐലൻഡിനെ പറ്റിയിട്ടും ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചെറിയൊരു നോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ നോക്കിയിട്ട് പതുക്കെ അങ്ങ് നടക്കാമെന്ന് തുടങ്ങി. ഞങ്ങൾ ക്രൂയിസിൽ കയറി ഇവിടെ വരുന്നിടം വരെ ചെറിയ കാറ്റും നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല വെയിൽ, നമുക്ക് ഓക്കെ ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഫ്ലവർ പോട്ട് ഐലൻഡിലോട്ട് നമ്മളെത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിവിടെ വരെ വന്നതല്ലേ, ഇനി ഫോട്ടോസിനൊന്നും ഒരു പഞ്ഞം വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മളിനി അവിടുന്ന് പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇവിടെ ക്രൂയിസ് വരും. അതിൽ കയറി നമ്മൾ തിരിച്ച് ടോബർമോറിലോട്ടാക്കി തരും. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നല്ല വിശപ്പ്. എന്നാൽ ഇനി അടുത്ത സ്പോട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ആടും കാര്യങ്ങളൊക്കെ നമുക്ക് പെറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് കാണിച്ചു. അങ്ങനെ ഇലോറേനെയും ഇസിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും എപ്പോഴും കാണുന്നതല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയും ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഫുഡിന് ഞങ്ങൾ ഫ്ലവർ പോട്ടിലെല്ലാം പോയിട്ട് ഇനി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പിസ്സ കഴിക്കാനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം പിസ്സ കഴിക്കാൻ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പം വേറെ അങ്ങനെ വലിയ പിസ്സ ഷോപ്പൊന്നുമില്ല, ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ. അപ്പം അവിടെ പോയി ഫുഡ് കഴിക്കാൻ നോക്കും. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാം. ഇതൊരു ചെറിയൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ ആണ്. രസമുണ്ട്. ഇവിടെ ഇതുണ്ട്, പിള്ളേർക്ക് പെഡൽ ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ പെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരിതുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത് ആലോചിക്കുന്നത് ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു 23 ഏക്കേഴ്സിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മറ്റേ വീട്ടിലാണ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത എന്തിനാ വെള്ളത്തിൽ എവിടെ പോവാ? അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ ഒക്കെ വന്നു. ഇനി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് തന്നെ വന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ബീഫും ചിക്കനും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനുമായിട്ടൊക്കെ. അപ്പം അതിൻ്റെ പരിപാടിയാണ് ഈ സൈഡിൽ നടക്കുന്നത്. ഒരു സൈഡിൽ ബാക്കി നമ്മുടെ കുക്കിങ്ങും നടക്കുന്നുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് കാർഡൊക്കെ ഒന്ന് കളിച്ചു. നമ്മളിങ്ങനെയൊക്കെ കൂടുമ്പോൾ അല്ലേ കാർഡൊക്കെ കളിക്കുന്നത്, അതിൻ്റെ ചെറിയ ബഹളമൊക്കെയാണ് അവിടെ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീൽസൊക്കെ എടുത്ത് പതുക്കെ ഇനിയും കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ബൈ ബൈ.